ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമുക്ക് ഈ വർക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ബ്രൈഡൽ ബ്ലൗസാണ്. ബ്രൈഡൽ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ബ്ലൗസ് മാത്രമായിട്ടല്ല ഇത് യൂസ് ചെയ്യാൻ പറ്റുക. ഇത് നമുക്കൊരു ഗസ്റ്റ് ലുക്കിനുള്ള ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രണ്ടിനും പറ്റിയൊരു ബ്ലൗസാണിത്. കാരണം ചെറുതായിട്ട് ഹെവിയാണ്, എന്നാൽ ചെറുതായിട്ട് അത്യാവശ്യത്തിന് വർക്കൊക്കെ കുറഞ്ഞ ഒരു വർക്കും കൂടിയാണ് കേട്ടോ ഇത്. ഇതൊരു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് അല്ല, നമ്മളൊരു കൊളാബ് ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, അതിന് യൂസ് ചെയ്ത ബ്ലൗസാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ഇടൊന്നുമില്ല. ആര്യവർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഗമ്മ് വെച്ചിട്ടാണ് അതിൽ ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് സാധാരണ നീഡിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനെന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കാം കേട്ടോ. കുന്തൻ സ്റ്റോൺ, 2 ബീഡ്, സ്റ്റോൺ ചെയിൻ 2 തരത്തിലുള്ളത്, ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് കേട്ടോ. 2 തരമുണ്ട്. പിന്നെ അതേ ഗമ്മ് വേണം, നീഡിൽ വേണം, ത്രെഡ് വേണം, ബാങ്കിൾ വേണം, പിന്നെ ഗോൾഡൻ ബീഡ്സ് വേണം, ബ്ലേഡോ അല്ലെങ്കിൽ കത്രികയോ എടുക്കാം. പിന്നെ അതേ സാമ്പ്രാണി, പിന്നെ ഇതിനെന്തായിരുന്നു അല്ലാണ്ട് ഒരു പേരും കൂടി ഉണ്ടായിരുന്നു, അത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതേ മെയിനായിട്ട് വേണ്ടത് 2 സാധനമാണ്, നമ്മുടെ ക്ലോത്തും ഫ്രെയിമും കേട്ടോ. ഇതും കൂടി വേണം. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വരച്ചു, അതിലേക്ക് നമ്മളിതേ ബാംഗിൾസ് വള വെച്ചിട്ട് ആ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബാംഗിൾസ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗമ്മ് ചെയ്തിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇല്ലാതെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ച് അതിൻ്റെ മുകളിലേക്ക് ഗമ്മ് വരച്ച് അത് ഒട്ടിക്കുമ്പോഴേക്ക് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോകുന്നുള്ള കാര്യം മസ്റ്റ് ഉറപ്പാണ് കേട്ടോ. അതിനൊരു മാറ്റവും ഇല്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാംഗിൾസ് എടുക്കുമ്പോൾ വലിയ സൈസ് എടുക്കരുത്. കുഞ്ഞു മക്കളെ വളയില്ലേ, അതെടുത്താൽ മതി. വലിയത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കീ ഹോൾ മാത്രമേ കാണാനുണ്ടാവുള്ളൂ, ആ ഒരു റൗണ്ട് ഷേപ്പ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ, വർക്ക് കാണാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുണം കൂടെ ഉണ്ട്. നമ്മുടെ ഗമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റാവുന്ന ഗമ്മാണ് കേട്ടോ. എന്നാലും റൗണ്ട് ഷേപ്പൊക്കെ ആയതുകൊണ്ട് അതൊന്ന് നല്ലോണം ഉണങ്ങിയതിന് ശേഷം അടുത്ത വർക്കിലേക്ക് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം റൗണ്ട് ഷേപ്പിൽ ഗോൾഡ് സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം ഈ താഴത്തെ പോർഷനിലുള്ള ലൈൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഒട്ടി വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്ക് അങ്ങനെ പോട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഇടാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വർക്കൊക്കെ ചെയ്യാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. അവർക്കാണെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യണം. പക്ഷേ ഇത്രയും പൈസ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുക? ഒരു ബൊട്ടിക്കിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 3-4 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളടുത്ത് വരുന്ന കസ്റ്റമറൊക്കെ പറയും, നമ്മൾ പറയുന്ന വർക്ക് ചിലപ്പം ഫുൾ ഹാൻഡ് വർക്കൊക്കെ ചിലപ്പോൾ നമ്മൾ 5-5നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഒരു കുഞ്ഞു വർക്കിന് 5 ചേച്ചി പറയുന്നത് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട്, ക്യാഷിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ട് തന്നെ കയ്യിനെ കൊണ്ട് തുന്നി നൂല് സൂചിയൊക്കെ എടുത്ത് തുന്നി പിടിപ്പിച്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ എന്താ പറയുക, പൈസ ചിലവും ആവില്ല. കാരണം ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ ചിലവൊന്നുമല്ല. എനിക്ക് നന്നായിട്ടറിയാം. കാരണം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുള്ള ചിലവോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല. എത്ര രൂപ ആയിട്ടുണ്ടാവും, എങ്ങനെയായിരിക്കും ചിലവൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടാവുക, ഞാൻ ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ അതിൽ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ അനിയത്തീൻ്റെ കല്യാണം വന്ന സമയത്ത് ഞാനിതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാനാണ് ചിലവെടുത്തതെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ ഒരു 10 ദിവസം മുന്നെയാണ് അച്ഛന് സ്ട്രോക്ക് വന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണതൊക്കെ. കുറച്ച് സീരിയസ് ആയിരുന്നു. ആ സമയത്ത് അമ്മയും ഹോസ്പിറ്റലിലായിരുന്നു, അച്ഛൻ്റെ കൂടെ. ഹസ്ബൻഡ് ആണെങ്കിലും ഞാനും ഒക്കെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോരം ചിലവുകൾ, എന്തോരം ബുദ്ധിമുട്ടുകൾ. ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം അതല്ല നമ്മളെ വിഷയം. പക്ഷേ ഇതാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പം തീരെ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വർക്കും കൂടി ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പൈസ കൂടി ലാഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നവർക്ക് അറിയാൻ മതിയാവും. അതൊരു ഭയങ്കര ലാഭം തന്നെയായിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത്.
എൻ്റെ നാട്ടിൽ ഉള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ. ആ കല്യാണത്തിൻ്റെ മേക്കപ്പ് അനിയത്തിയായിരുന്നു, കസിനായിരുന്നു ചെയ്തു കൊടുത്തത്. അപ്പോൾ ഞാൻ ആ കുട്ടി, നമ്മൾ ഈ ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നവരായതിനെ കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അവളെ വർക്ക് കണ്ട സമയത്ത് ഞാനിങ്ങനെ അവളോട് ചോദിച്ചു, ഇതാരായിരുന്നു ചെയ്ത്, എവിടുന്ന ചെയ്യിപ്പിച്ചത്, നല്ല അടിപൊളി വർക്കാണല്ലോ എന്ന്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് അവൾ തന്നെ ചെയ്തതാണ്, വെറുതെ ആ പൈസ പോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ടിരുന്ന് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം അത്രയും അടിപൊളിയായിട്ടും അത്രയും ഹെവി ആയിട്ടും ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സാധിക്കും. അപ്പം നമ്മുടെ സ്പ്രെഡിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കീ ഹോൾ ഉണ്ടല്ലോ, അത് ഈ ഒരു കീ ഹോൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ 2 വഴിയുണ്ട് കേട്ടോ. ഒന്ന് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം, 2 നമ്മുടെ സാമ്പ്രാണിത്തിരിയില്ലേ അത് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അത് 2 വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് മെഷീൻ ഉപയോഗിക്കാം. നമ്മളിത് സിമ്പിളായിട്ട് എത്രത്തോളം പൈസ ചിലവ് കുറഞ്ഞിട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ട്, നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു തിരികൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഈ ബ്ലേഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂലൊക്കെ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ പൊന്തി കിടക്കാനും കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ തിരികൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി കിട്ടും കേട്ടോ. അത് തിരികൊണ്ട് ചെയ്തതിൻ്റെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് താന്നു പോകുന്നോളെ. അപ്പോൾ നമ്മൾ ബ്ലേഡ് കൊണ്ട് ഒരു സൈഡ് തിരികൊണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും കണ്ടോ. ഇതുകൊണ്ട് ബ്ലേഡ് കൊണ്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ നൂലൊക്കെ ഉണ്ട്. തിരികൊണ്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. തിരിയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ആ പീസൊക്കെ എന്താ പറയുക, തീൻ്റെ കഷ്ണം മീൻസ് അതൊക്കെ പൊടിയൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. തുണി കത്തിപ്പോവും, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അതെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പം തിരികൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി കീ ഹോളുള്ള വർക്ക് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒരു മോഡൽ വർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തന്നെ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. ഇതുപോലുള്ള മാത്രമല്ല, ഞാൻ എല്ലാ തരത്തിലുള്ള വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം.